കേൾക്കുന്നത് ശരിയല്ല എന്ന് കഴിഞ്ഞ ദിവസം സി ആൻഡ് ജി തന്നെ പറഞ്ഞു. ഇവിടെ നേരത്തെ പ്രസൻറ്റേഷനിൽ പറഞ്ഞു കേരളം കടം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലല്ല, അപകടക്കെടിയിലല്ല എന്ന് മലയാളത്തിലെ ചില പ്രമുഖ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ആദ്യം അവർ റിപ്പോർട്ട് ചെയ്തു നവകേരള കടം, കേരളത്തിൻ്റെ പടം വരച്ചിട്ട് ഇത് മൊത്തം വെള്ളത്തിൽ മുങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ കടം അപകടകരമല്ല. സി ആൻഡ് ജി ഞങ്ങൾക്ക് വി ആർ വെരി താങ്ക്ഫുൾ ടു ദം ബിക്കോസ് ആ വസ്തുതകൾ അവർ റിപ്പോർട്ട് ചെയ്തല്ലോ. കാരണം സി ആൻഡ് ജി ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു കേരളത്തിൻ്റെ കടം അങ്ങനെ അലാമിംഗ് ആയിട്ട് വർദ്ധിക്കുന്നില്ല. പക്ഷേ കടമുണ്ട്. ആകെ ഇന്ത്യ ഗവൺമെൻറ് മൊത്തം കണക്കെടുക്കുമ്പോൾ 15ാം ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞൊരു കണക്കുണ്ട്. നിങ്ങളുടെ രാജ്യത്തെ ആകെ ചെലവിൻ്റെ ഏകദേശം 65% ചിലവാക്കുന്ന 63% ചിലവാക്കുന്നത് സംസ്ഥാനങ്ങളാണ്. സോ ദ ഫിനാൻഷ്യൽ ബർഡൻ ഈസ് വിത്ത് ദ സ്റ്റേറ്റ്സ്. ആൻഡ് ഔട്ട് ഓഫ് ദി ടോട്ടൽ റവന്യൂ around 63% is collected by the union. This has happened after the GST introduction. അത് കൂടി ഇത്രയും പണം ഒരുമിച്ച് അവർ മേടിക്കുന്നു. പക്ഷേ ചിലവാക്കേണ്ടത് സംസ്ഥാനങ്ങൾ ചിലവാക്കണം. ഇതെല്ലാ സ്റ്റേറ്റിനും ബാധകമാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇത്രയും വലിയ വെട്ടിക്കുറവ് വരുന്ന സമയത്താണ് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ 10 ഗവൺമെൻറ്റുകളുടെ കണക്കെടുത്താൽ ഓരോ 5 വർഷവും സംസ്ഥാനത്തിൻ്റെ ബോറോയിങ് 90% to 100% ഇൻക്രീസ് ചെയ്യും. കാരണം ഇൻഫ്ലേഷനൊക്കെ അങ്ങനെ ഉണ്ട്. എടുക്കുന്നതിൻ്റെ കണക്കുണ്ട്. നമുക്ക് 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 3% എടുക്കാവൂ കടം. നിങ്ങൾ വീട് ലോണിൽ അതിനേക്കാളും കൂടുതൽ എടുക്കുന്നില്ല ഓരോ വർഷവും. 1 ലക്ഷം രൂപ GSDP ഉള്ള സ്റ്റേറ്റിന് 3% പറ്റൂ. 1 ലക്ഷം രൂപ ആകെ GSDP ഉള്ള സ്റ്റേറ്റിന് മാക്സിമം 30% എടുക്കാൻ പറ്റും ആകെ കടം. ഈ കടത്തിനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നതിനകത്തും വെട്ടിക്കുറച്ചിട്ട് വന്നതാണ്. ഉമ്മൻചാണ്ടി VS ഗവൺമെൻറ്റിൻ്റെ സമയത്തുനിന്ന് അന്നത്തെ അവസാനത്തെ വർഷം 80,000 കോടിയായിരുന്നു, 86,000 കോടിയായിരുന്നു സ്റ്റേറ്റിൻ്റെ ആകെ കടം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 1,56,000 കോടിയായി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കഴിഞ്ഞിട്ട് തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു, 1ാം പിണറായി സർക്കാർ വന്നു. അതിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് 3,56,000 കോടിയായെന്നാണ് എൻ്റെ ഓർമ്മ. അത് സാധാരണഗതിയിൽ 2,96,000 കോടിയാണ്. അത് എല്ലാം 90% അടുത്താണ് ഇൻക്രീസ്. ഇപ്പോൾ വരുമ്പോൾ അത് 6 ലക്ഷം കോടി ആവേണ്ടതാണ്. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ് അത് ഈ ഫിനാൻഷ്യൽ ഇയറോടെ കഴിയുമ്പോൾ 5 വർഷം പൂർത്തീകരിക്കുമ്പം 4,70,000 കോടി ആവത്തുള്ളൂ. വി കെ മാത്യൂസ് അദ്ദേഹം കൈയടിക്കുന്നുണ്ട്. പക്ഷേ 1,25,000 കോടി ഓവർ ദ 5 years വാസ് കട്ട്. ദാറ്റ് മീൻസ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇനി DA കുറച്ച് കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് ആകെ ഉള്ള ഒരു ബാധ്യതയുള്ളത്. അതുകൊണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ കടം കൂടി കൊടുത്തു തീർക്കാൻ 30,000 crores മാത്രമേ മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് കാണൂ. അവിടെയാണ് ഒരു വർഷം ഏകദേശം 50,000 കോടി രൂപ വെച്ച് നമ്മുടെ സംസ്ഥാനത്തിന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബോറോയിങ് പ്ലസ് ഡിവിസീവ് പൂൾ ഫ്രം ടാക്സ് ഒരു വർഷം 50,000 കോടി വെച്ച് കുറഞ്ഞാൽ 2,50,000 in 5 years ഈസ് റെഡ്യൂസ്ഡ്. അത് എത്രത്തോളം നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഫിനാൻസ് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എത്രയോ മേഖലകളിൽ നമുക്ക് പുതുതായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.